ഹായ്, എൻ്റെ പേര് ട്വിങ്കിൾ. ഞാൻ ഏപ്രിൽ 4ന് DHE എക്സാം എഴുതി. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഞാൻ ദൈവത്തിനോട് നന്ദി പറയണം. അതുപോലെ മിഡ് വെഞ്ചർ ടീമിനോടും സ്പെഷ്യൽ താങ്ക്സ് ഡോക്ടർ ആൻഡ്രൂ സാർ, അമൽ സാറിനോടും പറയാണ്. ഡോക്ടർ ആൻഡ്രൂ സാറിൻ്റെ ക്ലാസ്, ബേസിക് ക്ലാസ് അടിപൊളിയാണ്. ഞാൻ എല്ലാവരോടും പറയും, നമ്മൾ ഒരിക്കലും സാറിൻ്റെ ക്ലാസ് കേട്ടതുകൊണ്ട് ടൈം പോയി അല്ലെങ്കിൽ നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. അത്ര അടിപൊളിയാണ് സാറിൻ്റെ ക്ലാസ്. നമ്മൾ ഈ 4 ഇയർ ബിഫാം സിലബസിൽ നമ്മൾ എന്താ പഠിച്ചേന്ന് നമുക്ക് തോന്നും കഴിഞ്ഞിറങ്ങുമ്പോൾ. പക്ഷെ ആ ഒരു പഠിച്ചതിന് നമുക്കൊരു മീനിങ് തരുന്നത് സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോഴാണെങ്കിൽ അത് മനസ്സിലായി, ഓക്കെ ഇതൊക്കെയായിരുന്നു ഞാൻ പഠിച്ചത്, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ബേസിക്സ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയത്. അതുപോലെ എൻ്റെ എക്സാം ടൈമിൽ അമൽ സാറ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സാം ടൈമിൽ മൊത്തത്തിലൊരു ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ക്ലിയർ ചെയ്ത് തന്നു സാറ്. അതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോന്ന് അയച്ചു തന്നു. എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതുപോലെ ഇനി എഴുതാൻ പോകുന്ന DH എക്സാം എഴുതുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, സാറിൻ്റെ ബേസിക് ക്ലാസ് കേൾക്കാം. സമയം എന്തായാലും അതിനൊരു 1 അവർ നമുക്ക് കുറച്ച് നേരത്തെ തന്നെ എക്സാമിന് മുന്നേ പഠിച്ചു തുടങ്ങിയത്. ഇപ്പം ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു 1 അവർ ഞാൻ മാറ്റി വെച്ചിട്ടായിരുന്നു പഠിച്ചിരുന്നത്. കുറച്ച് സമയം എടുത്തെങ്കിലും പക്ഷെ അത് കവർ ചെയ്ത് 1 അവർ വെച്ച് എടുത്തു, ക്ലാസ് കേട്ട് തീർത്തു. അതിനുശേഷം ഞാൻ എക്സാമിൻ്റെ ഒരു 1 മന്ത് ഫുൾ മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ ഫയൽസ്, എല്ലാ മോക്ക് ടെസ്റ്റുകളും ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. എല്ലാ ഫയൽസും ഞാൻ വായിച്ചായിരുന്നു. നമുക്കത് വായിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് എക്സാം വരുന്നത് എന്നുള്ളത് ഐഡിയ കിട്ടും, എങ്ങനെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. എൻ്റെ എക്സാമിന് കുറേ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. മോക്ക് ടെസ്റ്റ് ഫയൽസിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. സെയിം അതുപോലെയല്ല, പക്ഷെ ആ ഒരു ഇതിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്തായാലും അത് വായിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ കാൽക്കുലേഷൻസ് വന്നായിരുന്നു ഒരു 9 to 10. അത്രയും ഭയങ്കര ടഫായിരുന്നില്ല എൻ്റെ എക്സാം. കുഴപ്പമില്ല, നമുക്ക് മോക്ക് ടെസ്റ്റ് ഇതും ഒക്കെ എല്ലാം ചെയ്തുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു എക്സാമിന്. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. എൻ്റെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്.